ഹായ് ഫ്രണ്ട്സ്, ബ്യൂട്ടി ടിപ്സ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ കറ്റാർവാഴ ജെല്ല് ഉണ്ടാക്കാമെന്നാണ് ഞാൻ നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. വളരെ ഈസിയാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല നമുക്ക് കറ്റാർവാഴ ജെല്ല് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മുടെ ഹോം മെയ്ഡ് കറ്റാർവാഴ ജെല്ല് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു കറ്റാർവാഴ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കറ്റാർവാഴ എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും സൂക്ഷിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ ഈ കറ്റാർവാഴയുടെ ഈ ഭാഗത്ത് നിന്ന് നമ്മൾ ചെടിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്ത് നിന്ന് ഒരു യെല്ലോ കളറിൽ ലിക്വിഡ് വരും. അത് നമ്മൾ എപ്പോഴും ഒഴിവാക്കിയിട്ട് മാത്രമേ കറ്റാർവാഴ യൂസ് ചെയ്യാൻ പാടുള്ളൂ. കറ്റാർവാഴ ചെടിയിൽ നിന്ന് എടുത്ത ശേഷം നമ്മൾ കറ്റാർവാഴ എവിടെയെങ്കിലും ഒന്ന് ചാരി വെക്കുക. അപ്പം നമ്മുടെ ഈ യെല്ലോ കളറിലെ ലിക്വിഡ് താഴേക്ക് ഇറങ്ങി വരും. ഇങ്ങനെ ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ കറ്റാർവാഴ യൂസ് ചെയ്യുമ്പം നമ്മുടെ മുഖത്താണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ചൊറിച്ചലോ എന്തെങ്കിലും ഇറിറ്റേഷനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് കറ്റാർവാഴ ഒന്നുകൂടെ ക്ലീൻ ചെയ്തെടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പച്ചവെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മളെ കറ്റാർവാഴ ഒന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മളിത് മൊത്തമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് കറ്റാർവാഴയുടെ സൈഡിൽ ഇങ്ങനെ ഒരു മുള്ളു പോലെയുള്ള ഒരു സാധനം ഉണ്ടാവും. അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. ഞാനിപ്പോൾ എല്ലാ കറ്റാർവാഴയുടെയും സൈഡിലുള്ള ആ മുള്ളുണ്ടല്ലോ അത് നന്നായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഇതേപോലെ തന്നെ വെക്കുക. അതിനുശേഷം ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കറ്റാർവാഴ ഇതിൻ്റെ ഉള്ളിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു തോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കറ്റാർവാഴ ഇതിൽ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലുണ്ടാവുന്ന വെള്ളങ്ങളൊക്കെ ഒന്ന് ഒപ്പിയെടുക്കാം കേട്ടോ. നമുക്കിങ്ങനെ ഇതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ഒപ്പിയെടുത്ത് കൊടുക്കാം. ഇപ്പം ഞാനിത് നന്നായിട്ട് വെള്ളമൊക്കെ പോക്കിയിട്ടുണ്ട്. കറ്റാർവാഴ ഇപ്പം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇങ്ങനെ കറ്റാർവാഴയുടെ ജെല്ല് എടുക്കാം. ഞാനിങ്ങനെ കത്തി വെച്ചിട്ടാണ് ജെല്ല് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പൂണൊക്കെ വെച്ച് ജെല്ല് എടുക്കാം കേട്ടോ. എനിക്ക് ഇതാണ് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നി, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ജെല്ല് എടുക്കുന്നത്. ഇത് ഞാനിങ്ങനെ ജെല്ലെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം ഇങ്ങനെ ജെല്ലെടുത്ത് വെക്കാം. ഇപ്പം കണ്ടില്ലേ, ഞാൻ നന്നായിട്ട് എല്ലാം ഒന്ന് ജെല്ലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഇപ്പം ഞാൻ ചെറിയൊരു പോർഷൻ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഇനി ഞാൻ അടുത്തതായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് കോക്കനട്ട് ഓയിലാണ്. ഞാനത് 1 സ്പൂൺ എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വരണം. ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് നമുക്കിത് അടിച്ചു വരാം. അപ്പൊ ഇതാ നമ്മുടെ ഹോം മെയ്ഡ് ആയിട്ടുള്ള അലോവേര ജെല്ല് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രേ പണിയുള്ളൂ, വളരെ സിമ്പിൾ ആണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. കുറച്ച് എന്റെ കയ്യിലേക്ക് എടുത്തിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. നമുക്കിത് നമ്മുടെ കയ്യിലാണെങ്കിലും മുഖത്താണെങ്കിലും എവിടെയാണെങ്കിലും നമ്മുടെ തലയിലൊക്കെ ആണെങ്കിലും ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് ഇച്ചിരി വൈറ്റ് കളറിൽ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കോക്കനട്ട് ഓയിലും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് എടുത്തത് കൊണ്ടാണ് ഇങ്ങനെ വൈറ്റ് കളറിൽ കാണുന്നത്. നമ്മളിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് യാതൊരു തരത്തിലുള്ള കെമിക്കൽസ് യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ കറ്റാർവാഴ ജെല്ല് ഇച്ചിരി ലിക്വിഡ് ഫോമിൽ തന്നെയാണ് ഉണ്ടാവുക. അതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഇത് കയ്യിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അപ്പം തന്നെ അബ്സോർബ് ആയിക്കോളും. ഇനി നിങ്ങൾക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന കറ്റാർവാഴ ജെല്ല് പോലെ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചൈന ഗ്രാസും അല്ലെങ്കിൽ ജലാറ്റിനും യൂസ് ചെയ്യാം. എന്നിട്ട് അത് ഡബിൾ ബോയിൽ മെത്തേഡിലൂടെ ഒന്ന് നേർപ്പിച്ചെടുത്തതിന് ശേഷം ഈ കറ്റാർവാഴ ജെല്ലിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഈ മിക്സറിലേക്ക് ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളും കൂടെ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് എടുക്കുമ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേപോലത്തെ കറ്റാർവാഴ ജെല്ല് നമുക്ക് കിട്ടും. ഇതാവുമ്പം 1 മാസത്തോളം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. ഇപ്പം ഞാൻ ഉണ്ടാക്കിയ കറ്റാർവാഴ ജെല്ല് 2 ദിവസം മാത്രമേ ഞാൻ യൂസ് ചെയ്യുള്ളൂ. അത് 2 ദിവസം മാത്രമേ എനിക്ക് ഉണ്ടാവുള്ളൂ.
നിങ്ങൾക്ക് ഇത് ഒരാഴ്ചത്തോളം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ട് തണുപ്പൊന്ന്. അപ്പോൾ എൻ്റെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, പിന്നെ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, പിന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് എന്നെ സപ്പോർട്ടും കൂടെ ചെയ്യണേ. ഇനി അടുത്തൊരു